Good morning all. Today we are discussing data schema and instance. First of all, let's discuss data schema. It's a design or description of database is called schema. Schema എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ഒരു ഡാറ്റാബേസിൻ്റെ ഡിസൈനാണ്. ജസ്റ്റ് ഒരു ഓവറോൾ ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്കെൽറ്റൻ എന്നൊക്കെ പറയില്ല നമ്മൾ. അത്തരം ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് ജസ്റ്റ് സ്കീമ. അതായത് ജസ്റ്റ് ഒരു ഓവർവ്യൂവിൽ എന്താണത് എന്ന് കാണിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. റോൾ നമ്പർ ആവാം, മാർക്ക് ആവാം, അല്ലെങ്കിൽ നെയിം ആവാം. അപ്പോൾ ഈ ജസ്റ്റ് 3 ഡാറ്റയാണ്. ജസ്റ്റ് ആ ഒരു ഓവറോൾ ഡിസൈൻ അത് മാത്രമാണല്ലോ ഒരു സ്റ്റുഡൻറ്റിന് നമ്മളിവിടെ ഡാറ്റ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ റോൾ നമ്പർ, നെയിം, മാർക്ക്, ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്കെൽറ്റനെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്കീമ എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് എന്തൊക്കെ റോൾ നമ്പർ നമ്മൾ കൊടുത്തു എന്നോ എന്തൊക്കെ ഡാറ്റ ചേഞ്ച് വരുത്തിയെന്നോ എന്തൊക്കെ ഡിലീറ്റ് ചെയ്തോ അതൊന്നും ഒരിക്കലും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ഓവറോൾ ഡിസൈൻ അത് മാത്രമാണ് സ്കീമ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്സ് സ്കീമ ഉണ്ട്. ഒന്ന് ഫിസിക്കൽ സ്കീമ, ഒന്ന് ലോജിക്കൽ സ്കീമ, പിന്നെ ഒന്ന് വ്യൂ സ്കീമ. ഫസ്റ്റ് ഫിസിക്കൽ സ്കീമ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ സ്കീമ പറയുന്നതിന് മുന്നേ നമുക്ക് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ സ്കീമിനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ ഫിസിക്കൽ സ്കീമുണ്ട്, ലോജിക്കൽ സ്കീമുണ്ട്, വ്യൂ സ്കീമുണ്ട്. ആക്ച്വലി നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഫിസിക്കൽ ലെവലിനെ, ലോജിക്കൽ ലെവലിനെ, അതേപോലെ വ്യൂ ലെവലിനെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ സ്കീമ പറയുന്നത്. അതായത് ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്, ലോജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവലാണ്, വ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ, അതായത് നമ്മൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ലെവൽ. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഡാറ്റാബേസിൻ്റെ 3 ലെവൽസിനെയാണ് നമ്മൾ ഓരോ ടൈപ്പ് സ്കീമയാക്കി മാറ്റിയിട്ടുള്ളത്. അതായത് ഒന്ന് ഫിസിക്കൽ ലെവലിൻ്റെത് ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ ലെവലിൻ്റെത് ലോജിക്കൽ സ്കീമ, അതേപോലെ വ്യൂ ലെവലിൻ്റെത് വ്യൂ സ്കീമ. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, കൺസെപ്റ്റുകൾ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. അപ്പോൾ ഓരോ ലെവലിനനുസരിച്ചായിരിക്കും ഓരോ സ്കീമ. അപ്പോൾ വ്യൂ ലെവലാവുമ്പോൾ അതിൻ്റെ എന്താണ് ആ ഒരു ഓവർവ്യൂ അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിൻ്റെ സ്കീമ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. ലോജിക്കൽ ലെവലാകുമ്പോൾ ആ ലെവൽ. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് വേസിലായിരിക്കും ഓരോ ലെവലിനനുസരിച്ചാണ് നമ്മുടെ സ്കീമ, അതായത് അതിൻ്റെ സ്കെൽറ്റൻ അല്ലെങ്കിൽ ഓവർവ്യൂ നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നോക്കാം ഫസ്റ്റ് എന്താണ് നമ്മുടെ ഫിസിക്കൽ സ്കീമ. ദ ഡിസൈൻ ഓഫ് എ ഡാറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ ഈസ് കോൾഡ് ഫിസിക്കൽ സ്കീമ. നമ്മൾ ഫിസിക്കൽ ലെവലിൽ കൊണ്ടുവരുന്നിട്ടുള്ള ഡാറ്റാബേസ് ഡിസൈനെയാണ് നമ്മൾ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ഫിസിക്കൽ ലെവൽ ഈസ് ദ ലോവസ്റ്റ് ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ച പോലെ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ, അതിൻ്റെ ഏറ്റവും നമ്മളുടെ ഹാർഡ്വെയറിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമായിട്ട് ഏറ്റവും ഇൻറ്ററാക്ട് ചെയ്തിരിക്കുന്ന ലെവലാണ് ഫിസിക്കൽ ലെവൽ, അതായത് നമ്മുടെ ലോവസ്റ്റ് ലെവൽ. ആ ലെവലിലുള്ള ഡിസൈനെയാണ് നമ്മൾ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഡാറ്റ ആക്ച്വലി നമ്മുടെ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഓക്കെ, സ്റ്റുഡൻറ്റ് ടേബിൾ അറ്റ് ഫിസിക്കൽ ലെവൽ റെക്കോർഡ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലോക്സ് ഓഫ് സ്റ്റോറേജ്. ബൈറ്റായിട്ടും ജിഗാബൈറ്റ്സ് ആയിട്ടും ടെറാബൈറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ഇൻ മെമ്മറി. ദീസ് ഡീറ്റെയിൽസ് ആർ ഓഫൺ ഹിഡൻ ഫ്രം ദ പ്രോഗ്രാമേഴ്സ്. നമുക്കറിയാം നമ്മളുടെ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി ഇൻഫോർമേഷൻസും ബൈനറി നമ്പേഴ്സും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ ലെവലിൽ, അതായത് നമ്മുടെ ഈ ലോവസ്റ്റ് ലെവലിൽ നമ്മൾ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ബൈറ്റ്സ് ആയിട്ടും ജിഗാബൈറ്റ്സ്, ടെറാബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ബൈനറി നമ്പേഴ്സ് ആയിട്ടായിരിക്കും. 0സും 1സും മാത്രമായിരിക്കും. അപ്പോൾ ആ ലെവലിലുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിസൈനാണ് നമ്മുടെ ഫിസിക്കൽ സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അതായത് നമ്മുടെ മെമ്മറിക്കകത്ത് എങ്ങനെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനൊരു ഡിസൈൻ ഉണ്ടായിരിക്കും. ആ ഡിസൈനെയാണ് നമ്മൾ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും സിസ്റ്റത്തിനകത്താകുമ്പോൾ ബൈനറി വേസിലായിരിക്കും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ ബേസിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് അത്. അതൊരിക്കലും നമുക്ക് യൂസേഴ്സിനോ അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിനോ അവൈലബിൾ അല്ല. സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ സ്കീമയാണ്. ഇറ്റ്സ് ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് അറ്റ് ലോജിക്കൽ ലെവൽ ഈസ് കോൾഡ് ലോജിക്കൽ സ്കീമ. അതെന്ന് പറഞ്ഞാൽ ലോജിക്കൽ ലെവലിലുള്ള ഡാറ്റാബേസിൻ്റെ ഡിസൈനെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനെ അല്ലെങ്കിൽ സ്കെൽറ്റൻ അല്ലെങ്കിൽ ഓവർവ്യൂവിനെയാണ് നമ്മളിവിടെ ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. പ്രോഗ്രാമേഴ്സ് ആൻഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് അറ്റ് ദിസ് ലെവൽ. ഈ ലെവലിലാണ് നമ്മളുടെ പ്രോഗ്രാമേഴ്സും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ലോജിക്കൽ സ്കീമയിലാണ്. ഫിസിക്കൽ സ്കീമയിൽ എന്തായിരുന്നു, നമ്മൾ ബൈനറി ഇൻഫോർമേഷൻസ് ആക്കിയിട്ടൊക്കെ ഡാറ്റ പാസ് ചെയ്തതിനെ, സേവ് ചെയ്തതിനെ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ലോജിക്കൽ ലെവലിലാണ് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, യൂസേഴ്സൊക്കെ കിടക്കുന്നത്, പ്രോഗ്രാമേഴ്സൊക്കെ കിടക്കുന്നതാണ് നമ്മളുടെ ഈ ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ലോജിക്കൽ ലെവൽ ഈസ് ദ മിഡിൽ ലെവൽ. അതാണ് മിഡിൽ ലെവൽ, നമ്മൾ ഫിഗറിൽ കണ്ടതാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. അതാണ് എന്ത് ഡാറ്റയാണ് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആരാണ്, നമ്മളുടെ ലോജിക്കൽ സ്കീമാണ്. അവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ആണെങ്കിൽ അറ്റ് ദ ലോജിക് ലെവൽ റെക്കോർഡ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫീൽഡ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് അലോങ് വിത്ത് ദെയർ ഡാറ്റ ടൈപ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ആണെങ്കിൽ ലോജിക്കൽ ലെവലിൽ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുണ്ടാവുക, അതിൻ്റെ ഫീൽഡ് എന്താണ്, ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ കാണിക്കും. അതായത് എന്ത് ടൈപ്സ് ആണ്. ഇപ്പോൾ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ റോൾ നമ്പർ, നെയിം, ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഈ ലോജിക്കൽ സ്കീമിനെ കാണിക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ സ്റ്റുഡൻസ് റോൾ നമ്പർ, നെയിം, ഫോൺ നമ്പർ എന്ന് കാണിക്കാം. അല്ലെങ്കിൽ സ്റ്റുഡൻസ് റോൾ നമ്പർ, നെയിം, ഫോൺ നമ്പർ. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്കെൽറ്റൻ വ്യൂ അല്ലെങ്കിൽ ഓവറോൾ വ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ എന്നോടൊക്കെ മീൻ ചെയ്യുന്നത് ജസ്റ്റ് ടേബിൾ നെയിമും നമുക്ക് വ്യൂ ആണ്. അതേപോലെ എന്താണ് റോൾ നമ്പർ, നെയിം, ഫോൺ നമ്പർ എന്ന് പറഞ്ഞുള്ള ആട്രിബ്യൂട്ട്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഡാറ്റ അതിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചോ, എത്ര റോൾ നമ്പർ ഉണ്ട്, എത്ര നെയിം ഉണ്ട്, അതൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്കെൽറ്റൻ അത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഫിഗറിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഈ രീതി രണ്ട് വേസിൽ നമുക്ക് ലോജിക്കൽ സ്കീമ ഡിസൈൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. തേർഡ് പോയിന്റ് ആണ് വ്യൂ സ്കീമ. ഇറ്റ്സ് ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് അറ്റ് വ്യൂ ലെവൽ ഈസ് കോൾഡ് വ്യൂ സ്കീമ. വ്യൂ ലെവലിലുള്ള ഡാറ്റാബേസിൻ്റെ ഡിസൈനെയാണ് നമ്മൾ വ്യൂ സ്കീമ എന്ന് പറയുന്നത്. വ്യൂ ലെവൽ ഈസ് ദ ഹയസ്റ്റ് ലെവൽ. വ്യൂ ലെവലാണ് ഹയസ്റ്റ് ലെവൽ. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഫിസിക്കൽ സ്കീമയായിരുന്നു. ഇവിടെ ഈ കേസ് വരുമ്പോൾ ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്, അതായത് നമ്മുടെ വ്യൂ ലെവലാണ്. ഇവിടുത്തെ സ്കീമ വ്യൂ സ്കീമയാണ്. ദിസ് ലെവൽ ഡിസ്ക്രൈബ്സ് ദ യൂസർ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ഡാറ്റാബേസ് സിസ്റ്റം. ഈ ലെവലിലാണ് നമ്മൾ യൂസർ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ഡാറ്റാബേസ് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണോ അത്രത്തോളം നമ്മൾക്ക് യൂസർ ഇൻറ്ററാക്ഷൻസ് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിയും. At view level, user just interact with the system with the help of GUI and enter the details at the screen. They are not aware of how data is stored and what data is stored. Such details are hidden from them. നമുക്കറിയാം, നമ്മളിപ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ കേസ് പറഞ്ഞു, എന്ത് കേസായാലും ശരി, നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ഇൻ്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതാണ് GUI. അത്തരമൊരു GUI യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിസ്റ്റമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്നു. വ്യൂ ലെവൽ അത്രയാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ നമ്മളാണ് യൂസർ എങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്താണ് ജസ്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്നു. സ്ക്രീനിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ഡാറ്റയാണ് അതിനകത്ത് സ്റ്റോർ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കുന്നില്ല. എന്ത് ഡാറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നും നമ്മൾ അവെയർഡ് അല്ല. നമുക്കതൊന്നും അവെയർനെസ് അതിൻ്റെ അകത്ത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്താണ് എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ആ ഒരു ലെവലിലുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്കെൽറ്റനെയാണ് നമ്മൾ വ്യൂ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്യൂ സ്കീമിൻ്റെ കേസ് വരുമ്പോൾ നമ്മളുടെ ഹൗ ഡാറ്റ സ്റ്റോർഡ് ആൻഡ് വാട്ട് ഡാറ്റ സ്റ്റോർഡ് അത്തരം ഡീറ്റെയിൽസൊക്കെ ഹിഡൻ ആയിരിക്കും. നമ്മൾ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഹിഡൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കീം ഒന്നുകൂടെ പറയാം. സ്കീമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു സ്കെൽറ്റനാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമാണ് സ്കീമ എന്ന് പറഞ്ഞാൽ. ഒരു ഓവറോൾ ഡിസൈൻ മാത്രമാണ്. 3 ടൈപ്പിലുണ്ട്. ഒന്ന് ഫിസിക്കൽ ലെവലാണ്, ഫിസിക്കൽ സ്കീമ. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലാണ്. നമ്മൾ മെമ്മറിയിൽ എങ്ങനെയാണ് ബൈനറി ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഹൗ ഡാറ്റ സ്റ്റോർഡ്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ് നമ്മളുടെ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസാണ് ലോജിക്കൽ സ്കീമ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രോഗ്രാമേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കീമയാണത്. അതിനകത്താണ് നമ്മൾ എക്സാമ്പിൾ കണ്ടത്. യൂസറിൻ്റെ റോൾ നമ്പറും നെയിമൊക്കെ ജസ്റ്റ് വ്യൂ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ സ്കെൽറ്റൻ എന്ന് കാണിക്കാം. നെക്സ്റ്റ് കേസാണ് നമ്മുടെ വ്യൂ സ്കീമ. അതാണ് നമ്മൾ ഫ്രണ്ട് യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീമ. ജസ്റ്റ് സ്ക്രീനിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുക്കണം അത് മാത്രം ഒന്ന് എൻ്റർ ചെയ്യുക എന്നുള്ള റോൾ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ എന്തൊക്കെ ഡാറ്റ അതിനകത്ത് ബാക്കി കിടപ്പുണ്ട്, എങ്ങനെയാണ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതൊന്നും ഒരിക്കലും ഈ വ്യൂ ലെവലിലുള്ള യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്കീമിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റൻസ്. The data stored in database at a particular moment of time is called instance of database or database state. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, നമ്മളൊരു ഡാറ്റാബേസിനകത്ത് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്തോ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ മൊമെൻറ്റിൽ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്തോ അതിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുക. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ദ കറൻറ്റ് സെറ്റ് ഓഫ് ഒക്കുറൻസ് ഓർ സ്നാപ്ഷോട്ട്. ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് കറൻറ്റ് സെറ്റ് ഓഫ് ഒക്കുറൻസ്. ഈ ടൈമിൽ നമ്മൾ എന്താണ് അതിൽ ഒക്കുർ ചെയ്യുന്ന ഡാറ്റ അതിനെ അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്നും പറയാം.
അപ്പോൾ സ്കീം ഇൻസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് ഡിഫറൻസ് ഒന്നൊരു ഓവറോൾ സ്കെൽറ്റൻ ആണ്, മറ്റേന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ മൊമെൻറ്റിൽ എന്ത് ഡാറ്റയാണോ നമ്മൾ അകത്ത് കൊടുത്ത് അതിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് ഇതവിടെ ജസ്റ്റ് ഒന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ടുണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ സ്കെൽറ്റൻ ഓഫ് ഡാറ്റാബേസ് ആണ്, ഡാറ്റാബേസിൻ്റെ സ്കെൽറ്റൻ ആണ് സ്കീമ. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് സ്നാപ്ഷോട്ട്, ഈ ഒരു മൊമെൻറ്റിൽ എന്താണോ അതിനകത്തുള്ള ഡാറ്റ അതാണ് ഇൻസ്റ്റൻസ്. നെക്സ്റ്റ് സ്കീമ, ചേഞ്ച് ഓക്കുറൻസ് ഇൻ DB ഈസ് റെയർ. ഡാറ്റാബേസിനകത്ത് എപ്പോഴും ചേഞ്ച് വരാനുള്ള ചാൻസ് നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ ആണ്, ചാൻസ് ഇല്ല. ഇൻസ്റ്റൻസിൻ്റെ കേസ് ചേഞ്ച് ഓക്കുറൻസ് ഇൻ DB ഈസ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഓരോ ടൈമിൽ നമ്മൾ ഓരോ ഡാറ്റയല്ലേ കൊടുക്കുക, അപ്പോൾ ഇൻസ്റ്റൻസ് ഓരോ ടൈമിലും ചേഞ്ച് വരും. ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് എംപ്റ്റി. സ്കീമിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എംപ്റ്റി ആയിരിക്കും, ഇൻസ്റ്റൻസിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എംപ്റ്റി ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇനി എലാബറേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് വെച്ചിട്ടേ കൊടുത്തത്, മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, സജഷൻസ് എന്തെങ്കിലും പറയാം, ഡൗട്ട്സ് എന്തെങ്കിലും പറയാം, എന്തെങ്കിലും കൺഫ്യൂഷനോ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മളോട് നിങ്ങൾക്ക് കൂളായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തും. ഓക്കെ, താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക.